കരിയറിൽ വന്ന ഇടവേള അവസാനിപ്പിച്ച് സിനിമാ രംഗത്തും നൃത്തരംഗത്തുമൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് നവ്യ നായർ. VK പ്രകാശിന്റെ ഒരുത്തി എന്ന സിനിമയിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് നവ്യ നായർക്ക് സാധിച്ചത്. കരിയറിൽ നിന്നും മാറി നിന്ന കാലത്തെക്കുറിച്ച് മുൻപൊരിക്കൽ നവ്യ നായർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത്. കല്യാണം കഴിഞ്ഞാൽ ബാക്കി എല്ലാ സൗകര്യങ്ങളുടെയും കൂടെ ഒക്കുന്ന ഒരു ജോലിയെ ചെയ്യാൻ പറ്റുമെന്നും ഭർത്താവ് സന്തോഷ് മേനോൻ തന്റെ കമ്പനിയിൽ ജോലി ചെയ്യാനെന്ന് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ അതിൽ തനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നുവെന്നും അതുകൊണ്ടത് ചെയ്തില്ല എന്നും നവ്യ പറയുന്നു. ആ ജോലി വേണ്ട, താൻ വീട്ടിലിരുന്നു കൊള്ളാമെന്ന് പറഞ്ഞു. ഡാൻസിൽ ഡിഗ്രി ചെയ്യണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനു മുൻപ് UPSC നേടണമെന്നായിരുന്നു ആഗ്രഹമെന്നും പക്ഷേ കല്യാണം കഴിഞ്ഞ് താൻ പെട്ടെന്ന് ഗർഭിണിയായെന്നും പിന്നീട് മകന്റെ കാര്യങ്ങളിലാണ് ശ്രദ്ധയെന്നും നവ്യ പറഞ്ഞു. മകൻ തീരെ ചെറുതാണ്, അവൻ ഒറ്റയ്ക്ക് ബാത്റൂമിലൊന്നും പോകാൻ പറ്റില്ല എന്ന് ഭർത്താവ് പറഞ്ഞു. അങ്ങനെ അതൊക്കെ വേണ്ടെന്ന് വെച്ചു. പക്ഷേ തനിക്കത് വലിയ വിഷമമായിരുന്നുവെന്നും നവ്യ ഓർത്തു. അത് കഴിഞ്ഞാണ് ഡാൻസിൽ ഡിഗ്രി എടുക്കാം, എന്നിട്ട് ഡാൻസിൽ PhD ചെയ്യാമെന്ന് തീരുമാനിച്ചതെന്നും അങ്ങനെ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ ഇന്റർവ്യൂവിന് വിളിച്ചുവെന്നൊക്കെയും നവ്യ പറയുന്നുണ്ട്. ഭർത്താവ് തന്നെയാണ് എല്ലാം അയച്ചതെന്നും ഇന്റർവ്യൂവിന് തന്നെ വിളിക്കുമെന്ന് അറിയാതെയാണോ അദ്ദേഹം അയച്ചതെന്ന് തനിക്ക് അറിയില്ല എന്ന് നവ്യ വെളിപ്പെടുത്തുന്നു. മാസത്തിൽ 2 തവണ യൂണിവേഴ്സിറ്റിയിൽ പോകണം, 6 ദിവസം അവിടെ നിൽക്കണം, അതവർ നേരത്തെ തരുമെന്നും പക്ഷേ ഇന്റർവ്യൂവിന് കോൾ വന്നപ്പോഴേക്കും ഭർത്താവ് അവിടെ പോകണ്ട എന്ന് പറഞ്ഞുവെന്നും തനിക്കിപ്പോഴും അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നും പക്ഷേ താൻ കുറെ പറഞ്ഞു നോക്കിയെന്നും അപ്പോഴൊക്കെ മകൻ ചെറുതാണ്, ഇപ്പോൾ പോകേണ്ട, വേറൊരു സ്ഥലത്ത് പോകാമെന്നൊക്കെ ഭർത്താവ് പറഞ്ഞുവെന്നും നവ്യ ഓർക്കുന്നു. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും നിസ്സഹായരായി പോകുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു. മെല്ലെ മെല്ലെയാണ് നമ്മൾ ഇതൊക്കെ തിരിച്ചറിയുന്നത്. ചിലർ തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോകുമെന്നും നവ്യ നായർ ചൂണ്ടിക്കാട്ടി. സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച ആളല്ല താനെന്നും കുറെ നാളായി അഭിനയിക്കുന്നതിനാൽ മതിയായിട്ട് തന്നെയാണ് അഭിനയം നിർത്തിയതെന്നും വേറെ ആരെയും തനിക്കതിൽ പഴി ചാറാനില്ല എന്നും ആ സമയത്ത് താൻ ഹാപ്പിയായി അഭിനയം നിർത്താമെന്ന് തീരുമാനിച്ചതാണെന്നും നവ്യ പറഞ്ഞു. ഒരു കണ്ടീഷനിങ് ആയിരുന്നു അതെന്നും കുറച്ചുനാൾ അഭിനയിച്ചു, ഇത്രയേ ഉള്ളൂ, ഇനി അഭിനയിക്കാൻ പറ്റില്ല എന്ന ചിന്തയായിരുന്നുവെന്ന് നവ്യ പറയുന്നു. മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ട ആളാണെന്ന് ചെറുപ്പം മുതലേ കേട്ടതിനാൽ ആ കണ്ടീഷനിങ്ങിൽ അടിസ്ഥാനാവകാശങ്ങൾ പോലും മനസ്സിലാക്കിയില്ല. ഒരു നാട്ടുനടപ്പായിരുന്നു അതൊക്കെ. താനും അങ്ങനെ തന്നെയായിരുന്നു. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഫാമിലി ലൈഫ് ആണെന്നായിരുന്നു താൻ വിചാരിച്ചത്. എന്നാലേ സക്സസ് ഉണ്ടാവുകയുള്ളൂവെന്നും മറ്റെന്ത് വിജയങ്ങൾ ഉണ്ടെങ്കിലും നല്ലൊരു ഫാമിലി ആണെങ്കിൽ മാത്രമേ ഒരു വ്യക്തി പൂർണ്ണമാവൂ എന്ന് താൻ വിശ്വസിച്ചിരുന്നുവെന്നും നവ്യ അന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതേസമയം സീൻ 1 നമ്മുടെ വീട് എന്ന സിനിമയിലൂടെ നവ്യ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നതിനെ കുറിച്ച് ഭർത്താവ് സന്തോഷ് മേനോൻ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു. എന്തുകൊണ്ട് നവ്യ അഭിനയിക്കുന്നില്ല എന്ന് ധാരാളം ആളുകൾ തന്നോട് ചോദിച്ചുവെന്നും താൻ ആകെ വെച്ച പ്രത്യേക കണ്ടീഷൻ നവ്യ ഇല്ലാത്തപ്പോൾ മോന്റെ കാര്യത്തിൽ ശ്രദ്ധക്കുറവ് ഉണ്ടാവരുതെന്നായിരുന്നുവെന്നും സന്തോഷ് മേനോൻ പറഞ്ഞിരുന്നു. അതേസമയം 2000ന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു നവ്യ. 2010 വിവാഹിതയായ ശേഷമാണ് നവ്യ സിനിമാ രംഗം വിട്ടത്. പിന്നീട് സീൻ 1 നമ്മുടെ വീട് എന്ന സിനിമയിലൂടെ തിരിച്ചെത്തിയെങ്കിലും ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല. വർഷങ്ങൾക്കിപ്പുറമാണ് ഒരുത്തി എന്ന സിനിമ നവ്യയെ തേടിയെത്തിയത്. ജാനകി ജാനയാണ് നവ്യ അഭിനയിച്ചതിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. എന്നാൽ ആ ചിത്രവും പരാജയപ്പെട്ടിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.